എൻ്റെ പേര് പോൾ ശിവൻകുട്ടി എന്നാണ്. പക്ഷാൽ ഈ ചാനലിൽ ശ്രദ്ധിക്കുന്ന, എൻ്റെ ടെസ്റ്റിമണി ശ്രദ്ധിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളിലും എവിടെയൊക്കെ ആയിരുന്നു ശ്രദ്ധിച്ചാലും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളാണ്. അതിനുള്ള മുഖാന്തരം ഞാൻ പറയുകയാണെങ്കിൽ, അനേക ദൈവങ്ങളെ ഞാൻ സ്നേഹിച്ചു, അനേക ദൈവങ്ങളെ അറിഞ്ഞു. പക്ഷേ ഈ അനേക ദൈവങ്ങളെ ഞാൻ സ്നേഹിച്ചെങ്കിലും എന്നെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ, ഞാൻ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായപ്പോൾ, ഈ അറിയപ്പെട്ടതായ ഞാൻ സ്നേഹിച്ചതായ അനേക ദൈവങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തതും ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ടാന്ന് വെച്ചതുമായ സത്യദൈവമായ യേശു കർത്താവാണ് എന്നെ ആ മരണസമയത്ത് എന്നെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായത്. അങ്ങനെ ആ മരണത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിപ്പാൻ, ആ മരണം വേണ്ട എന്ന് വയ്ക്കാൻ തക്കവണ്ണം ഇടയായി. ഞാൻ പറഞ്ഞല്ലോ, 1971 ആണ് ഞാൻ ജനിച്ചത്. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാശി കുടുംബത്തിൽ രാമൻ ജി ഭായിക്കുട്ടി അവരുടെ സന്തതിയായിട്ട് 10 മക്കളിൽ 9ാമനായിട്ട് ഞാൻ ജനിപ്പാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ താമരക്കുടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. 10 മക്കൾ ഉണ്ടായതല്ലാതെ 9ാമത്തെ വ്യക്തിയായിട്ടാണ് ഞാൻ ജനിപ്പാൻ തക്കവണ്ണം ഇടയായത്. അന്നത്തെ കാലത്ത് പല വിധത്തിലുള്ളതായ ചില രോഗങ്ങൾ ബാധിച്ചാണ് എൻ്റെ മൂത്ത സഹോദരങ്ങളാണ് 6 പേരും മരിപ്പാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ അതിൽ നിന്ന് ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് എൻ്റെ പിതാവ് വളരെ എന്നോട് വെറുപ്പും, എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ, എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ വളരെ എന്നോട് എതിർപ്പായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയം മുതൽ ഒരു യാഥാസ്ഥികമായ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതുകൊണ്ട് രാമായണം, ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പോയി പഠിക്കാനും, അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഞാനൊരു അമ്പലത്തിലെ പൂജാരിയാകണമെന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അന്ന്. അതുകൊണ്ട് ഞാൻ ആ നാളുകളിൽ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ബന്ധുമിത്രാദികൾക്ക്, എൻ്റെ അയൽവക്കക്കാർക്കൊക്കെ ഞാനൊരു നല്ല ഒരു പൈതലായി തന്നെ ആയിട്ടാണ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ 1980 എൻ്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. തുടർന്നുള്ള എൻ്റെ ജീവിതം വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. നാളുകൾ കഴിഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ അതിനുശേഷം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. കോളേജ് ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ, എൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിൽ ഞാൻ അന്നുള്ളതായ ആ യൗവനത്വത്തിൽ DYFIയിലും അതേപോലെയുള്ളതായ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ DYFI മാത്രമല്ല, യുക്തിവാദി സംഘത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് ഞാൻ കടന്നുപോയി. അങ്ങനെ എൻ്റെ ഉള്ളിൽ കുട്ടിക്കാലത്ത് എൻ്റെ ഉള്ളിലുള്ളതായിരുന്നതായ ആ ദൈവിക ചിന്തയൊക്കെ മാറി ഞാൻ ഒരു നിരീശ്വരവാദിയായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നവരെ, പള്ളിയിൽ പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി, ഇത് വൃഥാ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യർ തട്ടിക്കൂട്ടിയതായ ചില സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ഒന്നില്ല, നമ്മുടെ നല്ല പ്രവർത്തികളാണ് ദൈവികമാകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരെയും ക്ഷേത്രത്തിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിപ്പിച്ച് നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ നാളുകളിൽ ഞാൻ ഓർക്കുന്നു, അനേക പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ കോളേജ് ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ പിന്നീട് തുടർന്ന് ഞാൻ LLBക്ക് പോകുന്നതിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ പാർട്ടിയുടെ സ്വാധീനത്തോടു കൂടി
കാര്യങ്ങളെ ക്രമീകരിക്കാനുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ ഇടയായി. അങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും നിരീശ്വരവാദ പ്രവർത്തനങ്ങൾ, യുക്തിവാദി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതായ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് പ്ലാപ്പള്ളിയിലുള്ള ഒരു സജി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കടന്നു വന്ന് അവിടെ IPCയുടെ ചർച്ചിൻ്റെ ഒരു രൂപീകരണം, ഒരു ഇതുണ്ടാകുവാൻ തക്കവണ്ണമിടയായി. ഞാൻ അവിടെ കടന്നു ചെന്ന് അതിന് വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും വളരെ ആ ഉപദേശിയെ വളരെ എതിർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്തതായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് ഒരുപക്ഷെ ആ ഭവനത്തിൽ ആ പാസ്റ്ററിന്, കുടുംബത്തിനൊക്കെ വളരെ വേദനയായിരുന്നു. ആ സഭയിൽ കടന്നു വന്നവർക്ക് അത് വളരെ പ്രയാസകരമായ അനുഭവങ്ങളായി. അങ്ങനെ തുടർന്നുള്ള എൻ്റെ ജീവിതം ദേശത്തിനും സഭയ്ക്കും അതേപോലെയുള്ള മറ്റുള്ളവർക്കൊക്കെ ഞാനൊരു പ്രശ്നക്കാരൻ എന്നുള്ള നിലയിലേക്ക് എൻ്റെ ജീവിതം മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അന്നു മുതൽ പൂർണ്ണ സമയത്തിൽ നിരീശ്വരവാദി പ്രവർത്തനങ്ങൾക്കായിട്ട് മുഴുകുകയും അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു മാമൻ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ അകപ്പെടുവാൻ തക്കവണ്ണമിടയായി. എൻ്റെ ഈ പ്രശ്നങ്ങളും സമൂഹത്തോടും വീടിനോടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവും സഹോദരങ്ങളൊക്കെ പറഞ്ഞു, നീ ഞങ്ങൾക്ക് കൊള്ളുകയില്ലാത്തവൻ, നീ ശരിയല്ല, നിന്നിൽ ദൈവികതയോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് അവരെന്നോട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ ദിവസങ്ങളിൽ ഞാൻ മുൻപ് ചെന്ന് പ്രശ്നമുണ്ടാക്കിയ സജി യോഹന്നാൻ എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹം ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു 6 മണിയോടുകൂടി എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് ഞാൻ കിടന്നിരുന്ന മുറിയിൽ അദ്ദേഹം തട്ടി വിളിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് ചെന്നു. എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ എന്ത് വിളി വിളിച്ചാലും എനിക്ക് വിഷമമില്ല, പക്ഷെ സഹോദര എന്നുള്ള വിളി എനിക്ക് സഹിക്കാൻ പറ്റുകയല്ല. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സഹോദര എന്ന് വിളിക്കുന്നു? അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര എന്ന് വിളിക്കുന്നത് മറ്റൊന്നുമല്ല, സ്നേഹത്തോട് എൻ്റെ ഒരു രക്തബന്ധം എന്നുള്ള തരത്തിലാണ് ഞാനത് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ വന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ യേശു കർത്താവ് എനിക്ക് വെളിപ്പാടിൽ തന്നു, ദർശനത്തിൽ തന്നു, നിങ്ങൾ കർത്താവിനെ അറിയുന്ന ഒരാളായി മാറും, നിങ്ങൾ സഭയിൽ കടന്നു വരുന്ന ഒരാളായി മാറുന്നു എന്നൊക്കെ എന്നോട് ആ പ്രഭാതത്തിൽ പറയുവാൻ തക്കവണ്ണമിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചിന്താഗതിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മേലാൽ എന്നോട് ഈ കാര്യങ്ങൾ പറയരുത്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ 30 കോടി ദേവന്മാരെയും അതേപോലെ വച്ചാരാധന മൂർത്തികൾ, അതായത് മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹ, രാമ അന്ന് തുടക്കി കൽക്കി വരെയുള്ളതായ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയും അതേപോലെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരർ അതുപോലെയുള്ള ദൈവങ്ങളെയൊക്കെ ഞാൻ സേവിച്ച് നടന്ന ആളാണ്. പക്ഷേ ഈ ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല എന്ന് എനിക്കറിയാം. പിന്നെയാണോ നിങ്ങളുടെ ഈ ഒരു ദൈവമായ ഈ യേശു കർത്താവ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വീണ്ടും പറഞ്ഞു, അല്ല സഹോദര, നിങ്ങൾ കർത്താവിനെ അറിയണം. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ഭവനത്തിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണമിടയായി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സഹോദര, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ യേശുവിനെ, ഈ സത്യദൈവമായ യേശുവിനെ ആണ് നിങ്ങൾ കണ്ടറിയേണ്ടി വരും, ഇതാണ് സത്യദൈവം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വളരെ മോശമായിട്ട് സംസാരിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിലെ പൊടിമണ്ണ് തട്ടി എൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടിട്ട് പറഞ്ഞു, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ദൈവത്തെ അറിയേണ്ടി വരും, ഞാനിപ്പോൾ പോകുന്നു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ച് പോയതായ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ താമസിയാതെ ചില ദിവസങ്ങൾ, അതായത് 1-2 മാസത്തിനുള്ളിൽ തന്നെ എന്നോട് വളരെ എൻ്റെ മാതാവ് മരിച്ച അന്ന് മുതൽ വളരെ സ്നേഹവും സൗഹാർദ്ദത്തിലുമൊക്കെ ആയിരുന്ന എൻ്റെ സഹോദരങ്ങളും എൻ്റെ പിതാവുമൊക്കെ എന്നോട് വളരെ ഒരു അന്യനോട് പ്രവർത്തിക്കുന്നത് പോലെയുള്ളതായ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, രീതികൾ എന്നോട് കാണിക്കുവാൻ തക്കവണ്ണമിടയായി. എന്നെ ഒരു നിസ്സാര കാര്യത്തിന് സംസാരിക്കുകയും എനിക്ക് എൻ്റെ മാമൻ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് തന്നതായ ആ ബൈബിളും
അതേപോലെ എൻ്റെ ഒത്തിരി പഠനത്തിൻ്റെ പുസ്തകങ്ങളും ചില മാർക്ക് ലിസ്റ്റുകളും ഒക്കെ എൻ്റെ പിതാവ് വാരിയിട്ട് ചുട്ടുവാൻ തക്കവണ്ണമിടയായി. ചുട്ടുകളഞ്ഞപ്പോൾ ബൈബിൾ എൻ്റെ പിതാവ് ഈ ബൈബിളിൻ്റെ മുകളിൽ കുറേ വിറകും അതേപോലെ പേപ്പറുകളോ വിറകോ കരിയിലൊക്കെ വാരിയിട്ട് തീ കത്തിക്കുമ്പോൾ ഈ ഇത് ഒരു ട്രങ്കിനകത്താണ്, പഴയ ട്രങ്ക് എന്ന് പറയുന്ന പെട്ടിക്കകത്താണ് ഇത് കുറച്ച് സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ മേളിൽ ഈ വിറകും ഇതൊക്കെ വാരിയിട്ട് കത്തിച്ചു. എത്ര കത്തിച്ചിട്ടും ഈ ട്രങ്ക് പെട്ടി നന്നായിട്ട് ആ ട്രങ്ക് അങ്ങ് പഴുത്തു. പക്ഷേ അവസാനം അദ്ദേഹം എന്തോ ഒരു ഭാരമുള്ള എന്തോ കല്ലോ എന്തോ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അത് ഇടിച്ച് പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഈ പുസ്തകങ്ങളും ഈ ബൈബിളും ഒക്കെ ഇങ്ങ് പുറത്തെടുത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കിയിട്ടും നന്നായിട്ട് ബൈബിളിൽ കത്തുന്നില്ല. എൻ്റെ പിതാവ് ഉടനെ ഒരു കമ്പെടുത്തുകൊണ്ട് വന്നിട്ട് ബൈബിൾ കുത്തിയിളക്കി. കാരണം ബൈബിളിൻ്റെ പേപ്പറുകൾ ഓയിൽ പേപ്പർ ആയിരുന്നത് കൊണ്ട് അത് ശരിക്ക് തീ കത്തിപ്പിടിച്ചില്ല. അപ്പോൾ എൻ്റെ പിതാവ് ഒരു കമ്പെടുത്തുകൊണ്ട് വന്ന് ഇത് കുത്തിയിളക്കി. അതിൽ നന്നായിട്ടത് തീ പിടിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു തോന്നി. ഞാൻ ഈ 33 കോടി ദേവന്മാരെയും വച്ചാരാധന മൂർത്തികളെയും അനേകം പേയ്കളെയും ഒക്കെ ഞാൻ സേവിച്ച് നടന്ന ആളാണ്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ സഹോദരന്മാരെൻ്റെ സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അതേപോലെ ഹൈന്ദവ സഹോദരന്മാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇതിലെ ഏത് ദൈവമാണ്? ഈ 33 കോടി ദേവന്മാരാണോ? അല്ല ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വിശ്വസിച്ച യേശുവാണോ? അല്ല എൻ്റെ മറ്റു ചില സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരങ്ങൾ സേവിച്ചതായ അള്ളാഹു ആണോ സത്യദൈവം എന്നുള്ളതായ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലിങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചുട്ടുകളയുന്ന ഈ ബൈബിൾ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഈ സത്യവേദ പുസ്തകത്തിന് സത്യവേദ പുസ്തകം എന്നുള്ള അർത്ഥമാണെങ്കിൽ, നാളുകൾ കഴിയുമ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്ത് എൻ്റെ പിതാവ് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഞാൻ ഈ സത്യദൈവത്തെ അറിയേണ്ടി വരും എന്ന് നിരീശ്വരവാദിയായിരുന്ന ഒരു യുക്തിവാദിയായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതായ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് കടന്നു വരുവാൻ തക്കവണ്ണമിടയായി. ഞാനിത് കേട്ടു, ഞാനിത് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലെയുള്ളതായ ഒരു വേദന എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അകത്തളത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. ഞാനതത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ എൻ്റെ പിതാവ് അത് ചെയ്തു. ഞാൻ ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഡിഗ്രിയുടെ പേപ്പറുകളും മറ്റു പുസ്തകങ്ങളും ഒക്കെ ചുട്ടുകളയുന്നത് കണ്ടാണ് എനിക്ക് കണ്ണ് നിറയുവാൻ തക്കവണ്ണമിടയായത്. ഞാൻ അങ്ങനെ മടങ്ങിപ്പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ അന്ന് രാത്രിയിലും എൻ്റെ വീട്ടിൽ തന്നെ അവരെല്ലാം ഉറങ്ങുമ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ അതായത് ഒക്കെ അവിടെ വാരി ഇട്ട് ഇരിക്കുകയാണ്. ഞാൻ നല്ല തണുപ്പുള്ള നല്ല മഴയുള്ള ഒരു ദിവസം, പക്ഷേ ഞാൻ ആ വീടിൻ്റെ ചുവരിൽ കിടക്കേണ്ടി വന്നു. എന്നെ വീടിനകത്ത് കയറ്റിയില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഞാൻ ഒരു കൈലി രണ്ടായിട്ട് മടക്കി ഒരു ഭാഗം എൻ്റെ ദേഹത്ത് പുതച്ചുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകങ്ങളുടെയും തുണികളുടെയൊക്കെ മേളിൽ തലവെച്ച് കിടന്ന ഒരു ദിവസം അങ്ങനെ ആ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ പറ്റിയൊരുക്കൽ ഇങ്ങനെ കിടന്നുറങ്ങേണ്ടതായ സാഹചര്യം വന്നു. പിറ്റേന്നാൾ ഞാൻ സ്നേഹിച്ച ഒരു പാർട്ടിയിൽ സഖാവ് വന്ന് എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം എന്നെ അവരുടെ വീട്ടിൽ എന്നെയും കൂടെ നിർത്താനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വീട് പണി അവിടെ നടക്കുകയായിരുന്നു. അതിന് മറ്റുള്ള ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ശിവൻകുട്ടി ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വരുന്നത് വരെ ശിവൻകുട്ടിയെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടണ്ട, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് എന്നെ ആ വീട്ടിലാക്കുവാൻ തക്കവണ്ണമിടയായി.
ആ വീടൊരു ഹൈന്ദവ സഹോദരൻ്റെ വീടായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലുള്ളതായ ചിന്ത, ഏതാണ് സത്യദൈവം, ഏതാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതായ ആ ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അത് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇങ്ങനെ ചിന്തിക്കുന്ന ആ ദിവസങ്ങളിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യത്തില്ല. അതായത് എൻ്റെ ചിന്ത മുഴുവനും ഇതേതാണ് ഈ സത്യദൈവം എന്നുള്ളതായ ഒരു ചിന്തയിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തോടുള്ള ആ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അടിച്ചിറക്കി വിട്ടതായ ആ പാസ്റ്ററും കുറേ അവിടെ കാഷ്യൂ ഫാക്ടറിയിലും അതേപോലെ പാർക്കൂർ ഒക്കെ വളരെ അധികമുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ആ ഏരിയ. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന വളരെ പാവപ്പെട്ടതായ ഒത്തിരി സഹോദരങ്ങൾ ഈ ചർച്ചിൽ ഈ ഞാൻ അടിച്ചിറക്കി വിട്ട പാസ്റ്ററും ഇവരൊക്കെ കൂടെ നിന്ന് വളരെ നൃത്തം ചെയ്ത് വളരെ സന്തോഷത്തോടെ പാട്ടുപാടി ആരാധിക്കുന്നത് കാണുവാൻ തക്കവണ്ണമിടയായി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നോട് പറയുന്നത് പോലെ തോന്നി. അതായത് പാട്ട് ഇങ്ങനെ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനും ദാതായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനും ദാതായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ദേഹത്ത് തട്ടി. എന്നോട് ആരോ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, എനിക്ക് വേണ്ടി ഞാനതാ എൻ്റെ ഭവനത്തിൽ ഇത്രത്തോളം സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ വളരെ പാവപ്പെട്ടവർ, ഞാൻ അടിച്ചിറക്കേട്ട ഈ ഉപദേശിയൊക്കെ ഇത്രയും സമാധാനത്തോട് സന്തോഷത്തോട് ഈ ദൈവത്തെ അവരാരാധിക്കുകയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ടവരെല്ലാവരും കൂടെ വളരെ ഭയങ്കരമായിട്ട് കരമടിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ആത്മഹത്യ എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്നെ ചേർത്ത് പിടിക്കേണ്ട എൻ്റെ സഹോദരങ്ങൾ ബന്ധുക്കളൊക്കെ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ ഒരു മാനസിക വിഭ്രാന്തി പോലെ ഞാൻ ആയിരിക്കുമ്പോൾ ഇവർക്ക് ഇത്രയും സന്തോഷിപ്പാൻ തക്കവണ്ണം ഇവിടെ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ, ഇങ്ങനെ ഒരു യേശു ഉണ്ടോ, ഞാൻ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇവിടെയായി. അങ്ങനെ ഞാൻ തിരിച്ച് ആ ഭവനത്തിൽ ഞാൻ കൊണ്ടു നിർത്തിയ ആ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെന്ന് അന്ന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതിലേത് ദൈവമാണ് സത്യദൈവം, യഥാർത്ഥ ദൈവം ഏതാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാതെയായി, നല്ല ഡ്രസ്സ് ഇടാതെയായി, പല്ല് തേക്കാതെയായി, തികച്ചും ഞാനൊരു മാനസിക രോഗി എന്നതുപോലെ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാതെ മുടി വളർന്നു, ദീശ വളർന്നു. ഒറ്റയാഴ്ച കൊണ്ട് ഒരു പ്രാകൃത രൂപത്തിൽ ഞാൻ ആകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഉള്ളവർ എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കിയ സഹാബിനോട് പറഞ്ഞു, സഹാവെ, നിങ്ങൾ ഈ ശിവൻകുട്ടിയെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം. കാരണം അവൻ്റെ വീട്ടിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളാണ്. അവൻ ഇതേപോലെ ഇപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, ഇവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, ഇവൻ ഇതേപോലെ പല്ല് തേക്കുന്നില്ല, ഇവൻ ഇത് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ഇവനൊരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ഇവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ പാർട്ടിയുടെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരിത് പറഞ്ഞ് ഇത് എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവും കൂടെ വന്ന് പറഞ്ഞു, നിങ്ങൾ അവനെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത് അവനിൽ നിന്ന് എന്തൊക്കെയോ നേടാനാണ്, അവനിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ചുകൂടെ അവർക്ക് ഭാരമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു. എന്നോട്
അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് ഇനിയും ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനെന്തോ ഒരു മാറ്റം ഇങ്ങനെ തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ വീട്ടുകാരെന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ്, എന്നെ ഇന്ന ആളിവിടെ കൊണ്ടാക്കിയതാണല്ലോ, എനിക്കൊരു നില എത്തുന്നത് വരെ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടുകാരെ തൊഴാൻ തക്കവണ്ണം ഞാൻ പറഞ്ഞു, നിങ്ങൾ യാതൊരു കാരണവശാലും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടിയിൽ ആ സഹാവിനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ. എന്തായാൽ കൂടിയും പിന്നീട് കുറച്ച് നാളുകൂടെ ഞാൻ അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചു ആരും അറിയാതെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എന്നെ സഹായിച്ചവരുടെ വീട്ടിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കരുതി ഫെറുഡാനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു. എനിക്ക് കിടന്ന് മരിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം അവിടെ എൻ്റെ പുതിയ വീടിന് കല്ലുവെട്ടാൻ കുഴിയിൽ ഞാൻ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി, കിടന്ന് മരിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി. അന്ന് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി ഞാൻ അതുവരെ ചായ വാങ്ങിച്ചു കൊടുക്കാത്തവർക്കൊക്കെ ചായ വാങ്ങിച്ചു കൊടുത്തു. അവർ പലരിൽ നിന്ന് ഞാൻ ചായ വാങ്ങിച്ചു കുടിച്ചു. വലിയ സന്തോഷം പറഞ്ഞു. എന്നോട് പലരും പറഞ്ഞു, ഇപ്പോൾ ശിവൻകുട്ടി എന്താ ഇങ്ങനെ ഒരു പ്രത്യേകത കാണുന്നില്ല, എന്താണ് ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് തോന്നി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ മരിക്കാൻ പോകുന്ന ആ നിമിഷങ്ങളാണത്. ഞാനിതൊക്കെ ചെയ്തിട്ട് മരിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ട് ആ കല്ലുവെട്ടാൻ കുഴിയിലോട്ട് ഞാൻ പോവുകയാണ്. കല്ലുവെട്ടാൻ കുഴിയിലോട്ട് ഇങ്ങനെ പോകുമ്പം ഞാൻ എങ്ങനെ മരിക്കും, എങ്ങനെയായിരിക്കും എൻ്റെ സ്ഥിതി, അതൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ വിഷം കഴിച്ച് മരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിടയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെയൊക്കെ ആയിരിക്കും എൻ്റെ രീതികൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുഖത്ത്, എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാത്ത എന്തോ ഒരു വലിയ ഇരുളിൻ്റെ ശക്തി, ഒരു വലിയ ഇരുളിൻ്റെ രൂപം എന്നെ വന്ന് വിളിക്കുന്നത് പോലെ, കൈയാട്ടി വിളിക്കുന്നത് പോലെ, എന്നെ കെട്ടിപ്പുണരാൻ വരുന്നത് പോലെയൊക്കെയുള്ളതായ ചില അനുഭവങ്ങളാണ് കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ പഴയ ചർച്ചിൻ്റെ ഫ്രണ്ടിലൂടെയാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അവിടെ പോകുമ്പം അങ്ങോട്ട് പോകുമ്പം അവിടുന്ന് ഒരു 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 അര ഒരു 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 5 മീറ്ററിനുള്ളിൽ പോയാൽ മതി എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പഴയ ദൈവദാസനും സഹോദരങ്ങളൊക്കെ കൂടെ ചെന്ന് ഒരു ഉപവാസ ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് അവർ ഈ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി, എന്നും വാട്ടിപ്പാടും ഞാൻ, എന്നും വാട്ടിപ്പാടും ഞാൻ. ഈ ലോകത്തിലേക ആശ്രയം എന്നത് കേട്ട് എനിക്ക് തോന്നി, കർത്താവ് എന്നോട് വന്ന് പറയുകയാണ്, നിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളതായ ഒരു വ്യക്തി വന്ന് എന്നെ തട്ടി എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുവാൻ തക്കവണ്ണം ഇടയായി. ഞാനിത് കേട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ ലോകത്തിൽ ഏക ആശ്രയമായിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായത്തിനില്ല, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സഹോദരങ്ങൾ ആരും എനിക്ക് സഹായത്തിന് വേണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി ലോകത്തിൽ ഈ ഏക ആശ്രയമായിട്ട് ഉള്ള ഈ ദൈവത്തെ, ഇവരാരാധിക്കുന്ന ഈ സമാധാനം തരുന്ന ദൈവത്തെ ആരാധിക്കാൻ ഞാൻ ആ ദൈവത്തെ കാണുകയാണ്, ഇനി ഞാൻ മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മരണം വേണ്ടാന്ന് വെച്ചിട്ട് ആ ചർച്ചിലേക്ക് ചാടിക്കയറുവാൻ തക്കവണ്ണം ഇടയായി. പെട്ടെന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്ന പാസ്റ്ററൊക്കെ ആരാധന നിർത്തി, കരങ്ങളൊക്കെ ഉയർത്തി നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവർ ആ കരങ്ങളൊക്കെ താഴ്ത്തിയിട്ടു. ചിലവർ കൈ ഉയർത്തി തന്നെ പിടിച്ചു. എന്നോട് പാസ്റ്റർ പറഞ്ഞു,
അല്ല സഹോദര, നിങ്ങൾ എന്തെങ്കിലും ചർച്ചിൽ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്, ഇവിടെ ആരാധന നടക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അല്ല ഉപദേശി, നിങ്ങൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നേ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ദൈവത്തെ അറിയും എന്ന് പറഞ്ഞല്ലോ, അന്ന് നമുക്ക് അവിടെ വെച്ച് കണ്ടോളാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ നിമിഷമാണിത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം ഇദ്ദേഹത്തെ പിടിച്ചിറക്കി വിട്ട അന്ന് മുതൽ ചർച്ചിലുള്ളവരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു മുൻപ് ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലോട്ട് കടന്നു ചെന്നു. അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്നവരോട് എല്ലാവരോടും പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാം വലതു കൈ ഈ ശിവൻകുട്ടിയുടെ നേരെ, ഈ സഹോദരൻ്റെ നേരെ നീട്ടാൻ പറഞ്ഞു. കരം നീട്ടി അദ്ദേഹം എൻ്റെ തലയിലേക്ക് കൈവച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ നോക്കി അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ നെറ്റിത്തടത്തിൽ വീഴുവാൻ തക്കവണ്ണമിടയായി. എപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ നെറ്റിത്തടത്തിൽ വീണോ, എൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് വീണോ, ആ നിമിഷം തന്നെ എൻ്റെ മാനസിക രോഗം വിട്ടുമാറുവാൻ, ഞാൻ സ്വയബോധമുള്ളവനാക്കി മാറുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ നേരെ കരങ്ങൾ ചൂണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ രക്തബന്ധങ്ങളും എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എനിക്ക് വേണ്ടി കരയേണ്ട സ്ഥാനത്ത് അവരെന്നെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, ഒരു ആശ്വാസം തരാതെ സമാധാനം തരാതെ വിട്ടുകൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നല്ലോ. അങ്ങനെ ആ നിമിഷം മുതൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, തുടർന്ന് നിങ്ങൾ ചർച്ചിൽ വരണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവരുടെ ഇടയിൽ ഇരിക്കുവാൻ ഒരു യോഗ്യതയില്ല എന്ന് തോന്നി. കാരണം എൻ്റെ ഡ്രസ്സുകൾ മുഷിഞ്ഞത്, ഞാൻ ദീശ വളർത്തിയിരിക്കുന്നു, പല്ല് തേച്ചിട്ടില്ല, ഒരാഴ്ച കൊണ്ട് പല്ല് തേക്കുകയോ കുളിക്കുകയോ, ശരീരം അത്ര വൃത്തിഹീനമായിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് എങ്ങനെയും എനിക്ക് പുറത്തു പോയാൽ മതി, പുറത്തു പോയി നന്നായി ഡ്രസ്സ് ചെയ്ത് ഞാനൊന്ന് ക്ലീനായി വരണം എന്നുള്ളതായ ചിന്ത, ഒരു സ്വയബോധം എൻ്റെ ഗദാഗ്രദേശത്ത് ആയിരുന്ന ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യനെ പോലെ, ആ യൗവനക്കാരനെ പോലെ എൻ്റെ ചിന്തകൾ തിരിച്ചു വരുവാൻ തക്കവണ്ണമിടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനവും സ്വസ്ഥതയും, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച, ഞാൻ അറിഞ്ഞുകൊണ്ട് സേവിച്ച ആ 33 കോടി ദേവന്മാർ, ആ വച്ചാരാധന മൂർത്തികൾ, ഇതൊന്നും ദൈവമല്ല, മറിച്ച് സത്യദൈവമായ സമാധാനത്തിൻ്റെ ദൈവമായ യേശു കർത്താവ് മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ച് അന്ന് ഞാൻ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമിടയായി, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. തുടർന്ന് ഞാൻ ഉള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള ഞായറാഴ്ചകൾ ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകാൻ തക്കവണ്ണമിടയായി. എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ എൻ്റെ പിതാവിനെ 2007 ഞാൻ തന്നെ എൻ്റെ കരം കൊണ്ട് തന്നെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. മാത്രവുമല്ല, 91-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം 10 വർഷവും കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടമായ സകലതും ആ 10 വർഷം കൊണ്ട് ദൈവം മടക്കി നൽകുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സെമിനാരിയിൽ കടന്നുപോയി, ഇംഗ്ലീഷ് സെമിനാരിയിൽ പഠിപ്പാൻ തക്കവണ്ണം ഇടയായി. അത് പല ദൈവത്തിൻ്റെ ദാസന്മാർ പൈസ 50-100 രൂപ കളക്ട് ചെയ്ത് എന്നെ ഗ്രേസിൽ പറഞ്ഞു വിടാനും അവിടെ അനുഗ്രഹമായിട്ട് ഗ്രേസ് സെമിനാരിയിലെ പഠനം പൂർത്തീകരിപ്പാൻ സഹായിച്ചു. ശേഷം ഏകദേശം 9 വർഷം ഞാൻ പലയിടങ്ങളിലായിട്ട് ഈ ബൈബിൾ പരമായ കോഴ്സുകൾ ചെയ്യുവാനും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ബട്ടാട്ടിൽ ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ HEM ഹിമാലയ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനം PM തോമസ് പാസ്റ്ററിൻ്റെ കൂടെ ദൈവവേല ചെയ്യുന്ന സമയത്ത് ബട്ടാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്നെ വെടിവെച്ച് പിടിക്കാൻ തക്കവണ്ണം ഇടയായി. ആ സാഹചര്യങ്ങളിൽ ഞാൻ ഷർട്ട് ഊരി, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വെടിവെച്ച് കൊന്നോളൂ എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അത്
അന്ന് ദൈവവേലയോടുള്ള ബന്ധത്തിൽ വളരെ പ്രയാസവും വളരെ വിഷമത്തിൻ്റെ അവസ്ഥയായിരുന്നു എങ്കിലും പിൻകാലത്ത് എനിക്ക് ഈ HCMലെ PM തോമസ് പാസ്റ്റർ അവൻ്റെ ഓഫീഷ്യൽ പരമായി പലയിടത്തും എന്നെ വിടുവിച്ചു കൊല്ലാൻ പിടിച്ച കാര്യങ്ങളും അത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പല സ്റ്റേറ്റുകളിൽ വെച്ച് പറയുന്ന ചില അനുഭവങ്ങളും അതേപോലെ ശുശ്രൂഷയോടുള്ള പല മേഖലകളും തുറക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അതിനുശേഷം എൻ്റെ ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ഞാൻ കലയപുരം IPC സെൻറ്ററിൽ ഞാൻ അതിൻ്റെ ഒരു ചർച്ചായിട്ട് വെട്ടിക്കവലയിൽ നടുക്കുന്നെന്ന് പറയുന്ന ഭാഗത്ത് വേൾഡ് ഇമ്മാനുവൽ ചർച്ച് എന്ന പേരിൽ ഞാൻ ദൈവവേല ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, പോൾ ഇമ്മാനുവൽ, പോൾ ഇസ്രായേൽ. അതുപോലെ എനിക്ക് വൈഫുണ്ട്. ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നു. എൻ്റെ പേര് പോൾ ശിവൻകുട്ടി എന്നാണ്. ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായിട്ട് ശുശ്രൂഷകൾ നടന്നു പോകുന്നു. നിങ്ങളേവരും എന്നെ ഓർത്ത് എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഇതിനവസരം തന്നതായ കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർക്ക് എൻ്റെ വിശേഷാൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ധാരാളം